ഒട്ടനവധി സംഹിതകളിലൂടെ കടന്നുപോയ ഒരു സംസ്ഥാനം, കോൺഗ്രസിന്റെ ശക്തിദുർഗമായ സംസ്ഥാനം, അധികാരം നഷ്ടപ്പെട്ടിട്ടും കോൺഗ്രസിന് വേരോട്ടമുള്ള സംസ്ഥാനം. അത് മാത്രമല്ല, കോൺഗ്രസിന് അധിക നഷ്ടങ്ങളൊന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. 70 സീറ്റുകൾ 106 സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ലഭിച്ചപ്പോൾ BJPക്ക് വലിയ ഹൈപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. BJP MLA-മാരിൽ പലരും വസുന്ധരയുടെ ഫാൻസാണ്. വസുന്ധര രാജയെ എന്തു പറയുന്നു അതനുസരിച്ച് മൂളാൻ നിൽക്കുന്നവർ നിരവധിയാണ്. അവരോട് ഒരു കാര്യം അവകാശപ്പെട്ടാൽ അത് നേടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ സർക്കാരിനെ അട്ടിമറിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന് ഭജൻലാലിനറിയാം. ഭജൻലാൽ സർക്കാരിലെ ഒരു മന്ത്രി തോറ്റതിന് പിന്നാലെ അദ്ദേഹം വളരെ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. വസുന്ധരയെ പിണക്കിയാൽ തനിക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതും ഈ മന്ത്രിസഭ വീണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമെന്നും ഏറ്റവും നന്നായി അറിയാവുന്നത് ഭജൻലാലിനാണ്. അത് മാത്രമല്ല, അവിടുത്തെ പ്രമുഖരായ മന്ത്രിമാർക്കും അറിയാം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അടക്കമുള്ള നേതാക്കൾക്ക് വസുന്ധരയുടെ രാഷ്ട്രീയ രീതിയെ പറ്റിയും അവരുടെ ജനകീയതയെ പറ്റിയും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതെ പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ വ്യക്തിയെ കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തിക്കാൻ മോദിക്ക് ശുപാർശ നൽകിയത്. നരേന്ദ്രമോദി ആ കാര്യത്തിൽ വിശ്വസിച്ചും പോയി. എന്നാൽ അവിടെ ഒരു ഹിമാലയൻ വിഡ്ഢിത്തരമാണ് ചെയ്തതെന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പലരും പറയുന്നുമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു മാറ്റൊലി കാണാൻ കഴിയും. 25 ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിലെ മാറ്റം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജസ്ഥാനിൽ നിലവിൽ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ മാറ്റിവെക്കുകയാണ്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും മാത്രമല്ല, പ്രമുഖരായ ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയും ഒക്കെ തലങ്ങും വിലങ്ങും രാജസ്ഥാന്റെ മണ്ണിൽ നടക്കുകയാണ്. മരുഭൂമിയാർന്ന ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റിമറിക്കാൻ 25-ൽ 20-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കും എന്ന സച്ചിൻ പൈലറ്റിന്റെ ആഹ്വാനവും തുടർന്നുള്ള ശക്തി പ്രകടനവും അതിന് രൂപം കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സമ്പൂർണ്ണ തൂത്തുവാരൽ BJPക്ക് കഴിയില്ല. അവരുടെ സീറ്റുകളിൽ ഗണ്യമായ കുറവുണ്ടാകും. അതിൽ ഒന്ന് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനം തന്നെയായിരിക്കും.